മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ്, ഡിപ്ലോമ ഇൻ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് നഴ്സിംഗ്, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ എക്സ്റേ ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ്. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ. വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി യൂണിഫോം, ID കാർഡ് വിതരണം, കൺസെഷൻ കാർഡ്, കമ്പ്യൂട്ടർ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും ലഭ്യമാണ്. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കുട്ടികൾ നക്ഷത്രങ്ങളെ പോലെയാണ്. അതിൽ ചില നക്ഷത്രങ്ങൾക്ക് തിളക്കം കൂടും. ഈ തിളക്കമാണ് സമൂഹത്തിന്റെ നന്മയുടെ പ്രകാശമാക്കേണ്ടതെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ. ചെറുതുരുത്തി നമ്പുള്ളിപ്പടി UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് തിളക്കം 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മറിയ ഉമ്മൻ. ഇരുട്ടിൽ നിന്ന് നമ്മളെ വെളിച്ചത്തിൽ കൊണ്ടുപോകുന്നതാണ് സ്റ്റാർ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇന്നത്തെ പരിപാടിയുടെ പേര് നക്ഷത്ര തിളക്കം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ എക്സലൻസ് അവാർഡ് തരുമ്പോൾ, ഈ എക്സലൻസ് അവാർഡ് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇരുട്ടിൽ നിന്ന് നമുക്ക് മറ്റുള്ളവർക്ക് ആർക്കാണെങ്കിലും വെളിച്ചം കൊടുക്കാൻ സാധിക്കും. ഏതൊരു മനുഷ്യനാണെങ്കിലും. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് ഈ എക്സലൻസ് അവാർഡ് കിട്ടി നിങ്ങളെ ആദരിക്കുകയാണ്. ഇത് നിങ്ങൾ ഒരു ഭാഗ്യമായി കാണണം. ഇങ്ങനത്തെ ഒരു ആദരം ലഭിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെറിറ്റ് അവാർഡ് ഏജ് പോയപ്പോൾ ഞാൻ അവിടുത്തെ അതിലൊരു ആശംസ പ്രസംഗം ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഇത് നിങ്ങളൊരു ഭാഗ്യമായി കാണണം. ബിക്കോസ് ഇത് ലഭിക്കാത്ത ആ ഒരു സ്ഥലത്ത് അത് ആദ്യമായിട്ട് ചെയ്യണം. അപ്പം പക്ഷേ അത് ആ സ്ഥലത്ത് അദ്ദേഹം അന്നും അങ്ങനെ പറഞ്ഞെങ്കിലും ഇത് നിങ്ങൾക്കും ഏത് രീതിയിലാണ് ലഭിക്കുന്ന എല്ലാവർക്കും അത് ആഗ്രഹിക്കുന്നതാണ്. മുസ്ലിം ലീഗ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് TK സൈദലവി അധ്യക്ഷത വഹിച്ചു. ലീഗ് തൃശൂർ ജില്ലാ സെക്രട്ടറി PA അബ്ദുൽ കരീം മുഖ്യപ്രഭാഷണം നടത്തി. വളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ്, ശിവൻ വീട്ടിക്കുന്ന് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. UDF നേതാക്കളായ മായ ഉദയൻ, PM അസീസ്, രതീഷ് കുട്ടൻ, PA അബ്ദുൽ ജബ്ബാർ, PT തമ്പിമണി, ഷഹീർ ചെറുതുരുത്തി, അർഷദ് പള്ളിക്കൽ, ബാവ ചേനംകുന്നത് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ TP മൊയ്തീൻകുട്ടി സ്വാഗതവും PA അബ്ദുൾ റഷീദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCV.